സുഹൃത്തുക്കളെ, കാപിടുത്തം കുറഞ്ഞ് ഒരുവിധമായ പപ്പായ നമ്മൾ കൂമ്പടക്കം നമ്മൾ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു പപ്പായ ദേ കണ്ട അവിടെ വെട്ടി വീഴ്ത്തിയിട്ടുണ്ട്, കാപിടുത്തം കുറഞ്ഞിട്ടാ. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പപ്പായ കൂമ്പ് അങ്ങനെ തന്നെ ടർക്കിക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ പപ്പായൻ്റെ കറ പപ്പയിൻ എന്ന് പറഞ്ഞിട്ട സാധനമാണ്. അപ്പോൾ ഇത് തിന്നുന്നതോടെ കുറച്ച് വിരശല്യത്തിന് നല്ലതാണ്. അപ്പോൾ നമുക്ക് 3 പപ്പായയും കൂടെ വെട്ടാനുണ്ട്. അപ്പോൾ ഓരോ ഇതിലേക്കും നമുക്ക് ഓരോ പപ്പായ കൂമ്പ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. അവർ തിന്നുന്നതിനനുസരിച്ച് ബാക്കി നമുക്ക് നോക്കാം. പിന്നെ ഇതിന്മേയൊക്കെയും ചെറിയ പപ്പായ തണ്ടുകളുണ്ടായിരുന്നു, അല്ല പപ്പായകൾ, ചെറിയ പപ്പായകളുണ്ടായിരുന്നു. അപ്പോൾ ആ പപ്പായൊക്കെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നാളെ എങ്ങാനും അത് അരിഞ്ഞിട്ട് തൊലിയോടും പശയോടും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് അത് എന്താ ചെയ്യുക, അരിഞ്ഞിട്ട് വല്ല ലെയർ മാഷോ തവിടോ മിക്സ് ചെയ്ത് തിന്നാൻ കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പച്ചപ്പപ്പായ അരിഞ്ഞത് അരച്ചിട്ട് മറ്റേ തീറ്റയുടെ കൂടെ കൊടുക്കുകയാണെങ്കിൽ 5 ദിവസം അടുപ്പിച്ച് കൊടുക്കുക, മാസത്തിലൊരിക്കൽ 5 ദിവസം അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നാച്ചുറലായിട്ടുള്ള ഒരു വരം വരുന്നും കൂടി ആവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ കോഴി വളർത്തലും ടർക്കി വളർത്തലും ഒക്കെ ഉണ്ടെങ്കിൽ അവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടിയോ മരമാണെന്ന് പറയാം ഈ പപ്പായ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴുത്ത് വീഴാറായി എന്ന് തോന്നുന്ന, ഇതൊക്കെ കാബേജിൻ്റെ ആട്ടോ, അവർ കണ്ടിട്ടില്ല, പഴുത്ത് വീഴാറായി എന്ന് തോന്നുന്ന ഇലകളൊക്കെ വെട്ടിയിട്ട് നമുക്ക് സ്ഥിരം തിന്നാൻ കൊടുക്കാം. അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ടർക്കികളൊക്കെ താഴത്തൊരു 2-3 പൂവന്മാരുണ്ടായിരുന്നു പറമ്പിൽ, അവരെ വേറെ കൂട്ടത്തിലേക്ക് ആക്കിയിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. പിന്നെ കോഴികളതെ നമ്മൾ ഇങ്ങോട്ടാക്കി. അപ്പോൾ കോഴികൾക്കും കൂടെ നമുക്ക് കൊടുക്കണം ഈ പപ്പായ. അവരിത് ഇങ്ങോട്ട് നോക്കിക്കുക. അപ്പോൾ 2-3 തണ്ടൊടിച്ചിട്ട് അവർക്കും കൂടെ കൊടുക്കുക. ഈ 2-3 തണ്ടേ കോഴികൾക്ക് കൊടുക്കാം. തീറ്റ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കഴിയുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ടർക്കികൾക്ക് ഇച്ചിരി കുറച്ചും കൂടെ പേടി കൂടുതലാണ്. അപ്പോൾ അവർ തിന്നാനായിട്ട് നമ്മൾ നോക്കിക്കുമ്പോൾ തിന്നാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവരെന്തായാലും കൊത്തി തിന്നോളും. നമ്മൾ കോഴികളെ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ തന്നെ മുട്ടയിടാനുള്ളൊരു സെറ്റപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു മുട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരത് തിന്നോളും. ഇത് തീറ്റയും കിടക്കുന്നുണ്ട്, വൈകുന്നേരത്ത് കയറിയുള്ള തീറ്റയായി. പക്ഷേ ശരിക്കും ഇത് ശരിയായ രീതിയല്ല കേട്ടോ. തീറ്റ നനഞ്ഞ തീറ്റയാണെങ്കിൽ ശരിക്കൊരു എന്താ പറയുക, ഒരു 10 മിനിറ്റ് കൊണ്ട് തിന്നുന്ന രീതിയിലുള്ള തീറ്റ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നനഞ്ഞ തീറ്റയുടെ ഉള്ളിൽ പ്രാണികൾ വന്ന് മുട്ടയിടും. ആ മുട്ട ചിലപ്പോൾ അനുകൂല സാഹചര്യമാണെങ്കിൽ ഇവരുടെ വയറ്റിൽ കിടന്ന് വിരിയും. ഇവരിപ്പോൾ നല്ല രീതിയിൽ തീറ്റ എടുത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക അധികം താല്പര്യം കാണിക്കാത്തത്. അപ്പം ഞാൻ പറമ്പിൽ നിൽക്കണ അടുത്ത എന്താ പറയുക പപ്പായയും കൂടെ വെട്ടാൻ നിൽക്കണില്ല. താഴെ വെട്ടി കിടക്കണ ഒരു പപ്പായം കൂടെ എടുത്തിട്ട് അപ്പുറത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്കിവിടെ ടർക്കി കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനാവശ്യക്കാരുണ്ട്, വിരിയുന്നതൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട്. അതിൽ 5 ടർക്കി കുഞ്ഞുങ്ങൾ ബാക്കിയുണ്ട്. അതിന് ഇന്ന് പറവൂർക്ക് പോവും, എറണാകുളം ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ ഒരു പൂവനും മാക്സിമം 2 പൂവനും 3 പെടയും മാക്സിമം വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. 3-4 പെട വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും ഇതിലൊരു പെട നമുക്ക് എക്സ്ട്രാ ആണ്, ഇതിനെ കൊടുക്കും. പിന്നെ പൂവന്മാർ അപ്പുറത്തുണ്ട്, നമുക്ക് പൂവനും പെടയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടോ, ഇവിടെ ഇതിലും നമുക്ക് 3 പെടയുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒരു പെട കൊടുക്കും. മറ്റേ ഈ പൂവനെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതും കൊടുക്കും. നല്ല രീതിയിൽ വാല് വിരിച്ചിട്ടുള്ള കണ്ട നല്ല ഇതുള്ള പൂവനാണ്. പിന്നെ ഇവിടെയും 3 പൂവന്മാർ കിടക്കുന്നുണ്ട്. അതിലോരോ പൂവന് കണ്ണിന് ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ
2000 കിട്ടിയാൽ കൊടുക്കും. ഇവർ ബഹളമാണ് ഞാൻ കയറി വന്നിട്ട്. ബാക്കിയുള്ളവരെ 4000 കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും. അപ്പോൾ ഈ 2 പൂവന്മാർക്കും അത് മണ്ണിൽ കിടന്നുകൊണ്ടാണ് കേട്ടോ അവരുടെ വാലൊക്കെ ഇങ്ങനെ. ഞാൻ സെയിൽ വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ ഈ പപ്പായ കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിവിടെ നിർത്താം. ഏറെക്കുറെ ടെറസിൻ്റെ മുകളിലെ കാഴ്ചകൾ വേറെ കണ്ടല്ലോ. പിന്നെ അടയിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പേര്. വെള്ള നെയ്ക്കിടിനൊക്കെ അടയിരിക്കുന്നുണ്ട്. പിന്നെ വേറെ നെയ്ക്കിടിനൊക്കെ അല്ലാത്തൊരു വെള്ളപ്പട അടയിരിക്കുന്നുണ്ട്. ഇത് മറ്റേ വേറൊരാൾ തള്ളയും കുഞ്ഞും കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഗുഹയിലും കുറച്ച് ആൾക്കാർ അടയിരിക്കുന്നുണ്ട്. അതിനിപ്പോൾ കാണിച്ചു തരുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാൻ കണ്ടോ, നമ്മൾ ഇട്ട് കൊടുത്തത് ഒരു ഭാഗം ഒരു തണ്ട് ഒരു വിധം തീർത്തു. ബാക്കി തണ്ട് അവർ തൽക്കാലം തീർത്തോളും. അപ്പോൾ താഴെ വെട്ടിയിട്ട് കിടക്കണത് കണ്ടോ, നമ്മൾ കാണാതിരുന്ന സമയത്ത് നോക്കാതിരുന്ന സമയത്ത് അവരത് തീർത്തു. ഇനിയിപ്പോൾ ഉച്ച സമയത്ത് ഇതൊരു 9 മണി സമയമാണ് രാവിലെ വാവുവിൻ്റെ അന്ന്. അപ്പോൾ ഇത് ഉച്ചയാകുമ്പോഴേക്ക് ഇവർ തീർത്തോളും. ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരെ മുട്ട കഴിക്കാനെടുക്കാം. പക്ഷേ നമ്മൾ അൽബോമാറോ അല്ലെങ്കിൽ പെപ്പറൈസനോ ഏത് വിരമരുന്ന് കൊടുത്താലും 28 ദിവസത്തേക്ക് ആ ഒരു മറ്റേ വിരമരുന്ന് കൊടുത്ത ജീവിയുടെ മാംസമോ മുട്ടയോ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. 28 ദിവസം കഴിയണം. കാരണം നമ്മൾ കൊടുക്കുന്നത് ഒരു തരം വിഷമാണ്, ഇതിൻ്റെ ഉള്ളിലെ ചെറിയ ഡോസ് കുറഞ്ഞ വിഷം. അപ്പോൾ ആ വിഷത്തിൻ്റെ അംശം മുട്ടയിലും മാംസത്തിലും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ പപ്പായ പപ്പായയുടെ അല്ലെങ്കിൽ പപ്പായയൊക്കെ അരച്ച് പച്ച പപ്പായ, പഴുത്ത പപ്പായ അല്ല കേട്ടോ, പച്ച പപ്പായ കറയുള്ളത് ഒക്കെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ വേറെ ശല്യം കുറയുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് അടക്കേരത്തുണ്ട്, പിഞ്ച് അടക്കയിടയ്ക്ക് അരച്ചത് കൊടുക്കുകയാണെങ്കിലും വിരമരുന്നിൻ്റെ ആവശ്യം വരില്ല. ചെറിയ അടയ്ക്ക പിഞ്ചടയ്ക്ക അരച്ചത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണെന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ തീറ്റയിലൊക്കെയും അടയ്ക്കപ്പൊടി ചേർക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഡീവേമിങ് മറ്റേ ആണ് ഈ പപ്പായയുടെ ഇതും അടക്കയുടെ ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റേ ടർക്കിയുടെ കൊടുക്കാനുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞു എന്നുള്ളൂ. അതിൻ്റെ തമ്പനിയിൽ ഇപ്പോൾ ടർക്കി വിൽപ്പന എന്നും പറഞ്ഞ് കൊടുക്കാനായിട്ട് വേറെ വീഡിയോ എടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇട്ട് കൊടുത്തിട്ടുള്ള അവസ്ഥയും ഇപ്പോൾ അവസ്ഥയും കണ്ടില്ലേ, ഒരുവിധം തീർത്തു. ഇനി ഞാൻ അടുത്ത പപ്പായയുടെ മണ്ട എടുത്തിട്ട് ഈ 2 ടീമിനിട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ.